സാക്ഷര കേരളം കൊട്ടിഘോഷിക്കുന്ന നവോത്ഥാനം കടലാസിൽ മാത്രമാണോ? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ ഇടയിൽ കുറയുകയല്ല, കൂടുകയാണെന്നാണ് വർത്തമാനകാലത്തെ പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. വിശ്വാസം മുതലെടുത്ത് ചൂഷണം നടത്തുന്നവരെ നിയമം കൊണ്ട് നിയന്ത്രിക്കണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. എന്നാൽ ഇന്നും ഇതിനെതിരെ കേരളത്തിൽ നിയമനിർമ്മാണം നടത്താനായിട്ടില്ല. എല്ലാ മതവിഭാഗങ്ങളിലെയും വിശ്വാസ ചൂഷകർ ഏറ്റവും അധികം മുതലെടുക്കുന്നത് സ്ത്രീകളെയാണ്. മലപ്പുറം ജില്ലയിലാണ് ഒടുവിലത്തെ സംഭവം. ദിവ്യഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്തത് ആത്മീയത വിളമ്പുന്ന യൂട്യൂബറാണ്. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. ദിവ്യഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വ്യാജസിദ്ധൻ അറസ്റ്റിൽ. മലപ്പുറം കാളികാവ് സ്വദേശി സജിൽ ചെറുപാണക്കാടിനെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരുടെ ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ച് കയറി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. ഒരു ആത്മീയ യൂട്യൂബ് ചാനൽ വഴിയാണ് സജിൻ ഷർബുദ്ദീനെ യുവതി പരിചയപ്പെട്ടത്. ആഭിചാരക്രിയ വശമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് യുവതിയുമായി പ്രതി ബന്ധം സ്ഥാപിച്ചത്. ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ വേറെയുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. താൻ മഹദി ഇമാം ആണെന്ന് അവകാശപ്പെട്ട് മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ നടത്തിവരുന്ന കാളികാവ് ഉദിരമ്പൊയിൽ സ്വദേശി സജിൽ ഷറഫുദ്ദീൻ ആണ് പോലീസിന്റെ പിടിയിലായത്. ഷൈഖുന സജിൽ ചെറുപാണക്കാട് എന്ന പേരിലായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. ദിവ്യഗർഭം ധരിപ്പിക്കാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്നു പ്രതി. വ്യാജസിദ്ധനെ മലപ്പുറം കൊളത്തൂർ പോലീസ് തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പരാതിക്കാരിയെ പ്രതി യൂട്യൂബ് ചാനലിലൂടെയാണ് പരിചയപ്പെട്ടത്. ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിപ്പിച്ച് ബന്ധം തുടർന്ന് പരാതിക്കാരി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്നായിരുന്നു പീഡനം. യുവതിയുടെ വായ പൊത്തിപ്പിടിച്ചാണ് പ്രതി ബലാത്സംഗം ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു. ഇയാൾ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഒക്ടോബർ 24 രജിസ്റ്റർ ചെയ്ത സമാന കേസിലും പ്രതിയാണ്. കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരിയുടെ അടുത്ത ബന്ധുവിനെയാണ് വ്യാജസിദ്ധൻ ബലാത്സംഗം ചെയ്തത്. ആത്മീയ കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന പ്രതിയുടെ മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന് നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തറിഞ്ഞ് പ്രതി ഒളിവിലായിരുന്നു. ഇയാൾ പിടിയിലായതറിഞ്ഞ് കൂടുതൽ പരാതിക്കാർ രംഗത്തു വരാനും സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 മലപ്പുറം. കേരളത്തെ നടുക്കിയ കുട്ടനാട് കൈനകരി അനിതാ കൊലക്കേസിൽ 2ാം പ്രതിക്കും വധശിക്ഷ. കൈനകരി സ്വദേശിനി രജനിക്കാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. 1ാം പ്രതി നിലമ്പൂർ മുതുകോട് സ്വദേശി പ്രബീഷിനും കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു. വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു. അനിത ഗർഭിണിയായപ്പോൾ ഗർഭഛിദ്രം നടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഇരുവരും ചേർന്ന് കൊലപാതകം നടത്തിയത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ അനിത എന്ന 32-കാരിയെയാണ് പ്രബീഷും പെൺ സുഹൃത്തായ രചനയും ചേർന്ന് കൊലപ്പെടുത്തിയത്. 2021 ജൂലൈ 9 സംഭവം. വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു. ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ചാണ് അനിത പ്രബീഷിനൊപ്പം പോയത്. യുവതി ഗർഭിണിയായപ്പോൾ ഗർഭഛിദ്രം നടത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെയാണ് പ്രബീഷും രജനിയും ചേർന്ന് കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടത്തിയത്. പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി. KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ രജനിയുടെ കൈനകരിയിലെ വീട്ടിലെത്തിച്ചു.
തുടർന്ന് പ്രബീഷ് കഴുത്തിൽ കത്തിവച്ച് ഭീഷണിപ്പെടുത്തി. നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ രജനി വായും മൂക്കും അമർത്തിപ്പിടിച്ചു. ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇരുവരും ചേർന്ന് വള്ളത്തിൽ കൊണ്ടുപോയി പൂക്കൈത ആറ്റിലുപേക്ഷിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ ഒന്നാം പ്രതി പ്രബീഷിന് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചു. ലഹരിമരുന്ന് കേസിൽ ഒഡീഷയിലെ ജയിലിൽ കഴിയുന്നതിനാൽ രജനിയുടെ ശിക്ഷ വിധിക്കുന്നത് മാറ്റിവെച്ചു. രജനിയെ നേരിട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. പ്രതിയെ നേരിട്ട് ഹാജരാക്കിയതിന് പിന്നാലെയാണ് ഇവർക്കും വധശിക്ഷ വിധിച്ചത്. കേസിന്റെ വിചാരണ വേളയിൽ 82 സാക്ഷികളെ വിസ്തരിച്ചു. രജനിയുടെ അമ്മയും പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. തലസ്ഥാന നഗരത്തെ നടുക്കിയതായിരുന്നു കേശവദാസപുരത്തെ മനോരമ കൊലക്കേസ്. 68-കാരിയായ മനോരമയെ ഇതര സംസ്ഥാന തൊഴിലാളി മോഷണം ലക്ഷ്യമിട്ടാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 4 വർഷത്തിന് ശേഷം പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി ബംഗാൾ സ്വദേശി ആദമലിക്ക് ജീവപര്യന്തം കണ്ണുതടവും 90,000 രൂപ പിഴയുമാണ് തിരുവനന്തപുരം 4ാം അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത്. അതേസമയം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. കേശവദാസപുരം മീനംകുന്നിൽ വീട്ടിൽ ദിനരാജിന്റെ ഭാര്യ മനോരമയെ ബംഗാൾ കുച്ച്ബിഹാർ സ്വദേശി ആദമലി കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയാണ് കൊന്നത്. 2021 കൊലപാതകം. മനോരമയുടെ വീടിനടുത്ത് നിർമ്മാണം നടക്കുന്ന വീടിന്റെ ജോലിക്കായാണ് ആദമലി ഉൾപ്പെടെ 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിയത്. 1 മാസത്തോളം മനോരമയുടെ വീട്ടിൽ വെള്ളമെടുക്കാൻ വന്നിരുന്നതിനാൽ വീടിനെക്കുറിച്ചും താമസക്കാരെക്കുറിച്ചും പ്രതിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. മനോരമയുടെ ഭർത്താവ് വർക്കലയിലുള്ള മകളുടെ വീട്ടിൽ പോയ സമയത്താണ് വീടിന്റെ പിന്നിൽ വെച്ച് കൊല നടത്തിയത്. മൃതദേഹം വലിച്ചിഴച്ച് തൊട്ടടുത്തുള്ള സ്ഥലത്തെ കിണറ്റിൽ തള്ളി. മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ കാലിൽ ഇഷ്ടിക കെട്ടുകയും ചെയ്തു. കൂടെ ജോലി ചെയ്തവരെ ചോദ്യം ചെയ്തും CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയുമാണ് പ്രതിയെ കണ്ടെത്തിയത്. അന്ന് 21 വയസ്സ് മാത്രമായിരുന്നു പ്രതിക്ക്. കൊലപാതകത്തിന് ശേഷം ബംഗാളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ചെന്നൈയിൽ റെയിൽവേ സുരക്ഷാ സേനയുടെ പിടിയിലാവുകയായിരുന്നു. മോഷണത്തിനായാണ് ആദമലി കൊലപാതകം നടത്തിയത്. കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 90,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. പിഴത്തുക മനോരമയുടെ ഭർത്താവിന് നൽകണമെന്നാണ് കോടതി വിധി. പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ആദമലി കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. തിരുവനന്തപുരം 4ാം അതിവേഗ കോടതിയിൽ നിന്നാണ് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇറങ്ങിയോടിയ പ്രതിയെ അഭിഭാഷകരും പോലീസും ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. ശിക്ഷാവിധി സംബന്ധിച്ച വാദം ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കെയാണ് പ്രതി കോടതിയിൽ നിന്ന് ഇറങ്ങിയോടിയത്. 2022 പിടികൂടുമ്പോഴും ആദമലി ഇതുപോലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ന്യൂസ് 18 വഞ്ചിയൂർ. കണ്ണൂർ തലശ്ശേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ്. തമിഴ്നാട് സേലം സ്വദേശിനി ധനകോടിയുടെ അസ്ഥികൂടമാണ് നഗരമധ്യത്തിലെ പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ കണ്ടെത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരുടെ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. 63-കാരിയായ ധനകോടിയെ 6 മാസമായി കാണാനില്ലായിരുന്നു. മക്കളും ബന്ധുക്കളും അന്വേഷിച്ചെത്തിയപ്പോൾ അസ്ഥികൂടമുണ്ടായിരുന്ന സ്ഥലമാണ് ഭർത്താവ് കാട്ടിക്കൊടുത്തത്. സംഭവം കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തലശ്ശേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയത്. സംഭവത്തിൽ തമിഴ്നാട് സേലം സ്വദേശിനി ധനകോടിയുടെ ഭർത്താവ് അമ്പായിരം എന്ന 70-കാരനാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്.
ജൂബിലി റോഡ് കാന്തലാട്ട് പള്ളിക്ക് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കാനായുള്ള കുഴിയിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെടുത്തത്. ധനകോടിയെ 6 മാസമായി കാണാനില്ലായിരുന്നു. ഭർത്താവിനൊപ്പം പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ഇവരെ കാണാതായതിനെക്കുറിച്ച് മക്കൾ അന്വേഷിച്ചപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ടെന്നായിരുന്നു അമ്പായിരത്തിൻ്റെ മറുപടി. നാട്ടിൽ അന്വേഷിച്ചെങ്കിലും അവിടെ എത്തിയില്ലെന്ന് വിവരം കിട്ടി. കഴിഞ്ഞ ദിവസം മക്കൾ വീണ്ടും അച്ഛനോട് തിരക്കിയപ്പോൾ തലശ്ശേരിയിലേക്ക് വരാൻ പറഞ്ഞു. മക്കളും ബന്ധുക്കളും എത്തിയപ്പോൾ അസ്ഥികൂടമുണ്ടായിരുന്ന സ്ഥലമാണ് ഇയാൾ കാട്ടിക്കൊടുത്തത്. സ്ഥലത്ത് തമിഴ്നാട്ടുകാരായ ആളുകൾ കലഹിക്കുന്നത് കണ്ട് വാർഡ് കൗൺസിലറാണ് പോലീസിൽ വിവരമറിയിച്ചത്. കുഴിയിൽ നിന്ന് കണ്ടെടുത്ത തലയോട്ടിയും അസ്ഥിയും കാണാതായ സ്ത്രീയുടേത് തന്നെയാണോ എന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ സ്ഥിരീകരിക്കാനാകൂ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ധനകോടിയെ കൊന്നത് താനല്ലെന്നാണ് അമ്പായിരം പോലീസിനോട് പറഞ്ഞത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. മലപ്പുറത്തെ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒതായി മനാഫ് വധക്കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കൊല നടന്ന് 30 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വന്നത്. വിധിയിൽ സന്തോഷമുണ്ടെന്നും വെറുതെ വിട്ട പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും മനാഫിന്റെ കുടുംബം പ്രതികരിച്ചു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പിഴത്തുകയായ 1 ലക്ഷം കേസിലെ 2-ാം സാക്ഷിയും കൊല്ലപ്പെട്ട മനാഫിന്റെ സഹോദരിയുമായ ഫാത്തിമയ്ക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കൂടുതൽ തടവും അനുഭവിക്കണം. ഭാര്യയ്ക്കും 2 മക്കൾക്കും താൻ മാത്രമാണ് ഉള്ളതെന്നും താനും ഭാര്യയും നിത്യവും മരുന്ന് കഴിക്കുന്ന രോഗികളാണെന്നും ഷഫീഖ് കോടതിയെ അറിയിച്ചു. അതിനുശേഷമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. മാലങ്ങാടൻ ഷഫീഖ് മനാഫിനെ കൊല്ലുന്നത് കണ്ടിരുന്നുവെന്ന് ഫാത്തിമ സാക്ഷി പറഞ്ഞിരുന്നു. വൈകിയാണെങ്കിലും ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും വെറുതെ വിട്ടവർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മനാഫിന്റെ കുടുംബം പ്രതികരിച്ചു. അവരുടെ ധിക്കാരവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പബ്ലിക് പരസ്യമായിട്ട് ഒതായി അങ്ങാടിയിൽ വെച്ച് രാവിലെ 11:30 ഈ കൊലപാതകം നടത്തുന്നത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുന്നത്. സാക്ഷി പറയാൻ ഒരുപാട് സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. എന്നിരുന്നാലും കൂറുമാറിയ സാക്ഷികളൊക്കെ വളരെ ഏറ്റവും വേണ്ടപ്പെട്ട സാക്ഷികളായിരുന്നു. അവരൊക്കെ സ്വയം പോലീസിനോട് മൊഴി കൊടുത്ത ആളുകളായിരുന്നു. അവരൊക്കെ എന്തിൻ്റെയൊക്കെ സ്വാധീനത്തിൽ, ആ സ്വാധീനം എന്താണെന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല, എന്തിൻ്റെയൊക്കെയോ സ്വാധീനത്തിൽ അവർ കൂറുമാറി പണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രലോഭനങ്ങൾ കൊണ്ടോ ഒക്കെ ആയിട്ട് അവർ കൂറുമാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു തിരിച്ചടിയായി കണ്ടിരുന്നു. എന്നിരുന്നാലും ഇന്ന് ഞങ്ങളുടെ വക്കീൽമാരുടെ ഈ ആത്മാർത്ഥമായ പരിശ്രമം ഈ കേസ് വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വീണ്ടും ഒരിക്കൽ കൂടി അവർക്ക് എല്ലാവർക്കും ഞങ്ങളുമായി സഹകരിച്ച മാനസികമായിട്ടും അല്ലെങ്കിൽ സഹകരിച്ച എല്ലാവർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. 1995 ഏപ്രിൽ 13-നാണ് പള്ളിപ്പറമ്പൻ മനാഫ് ഒതായി അങ്ങാടിയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. മുൻ MLA PV അൻവർ ഉൾപ്പെടെ 26 പേർ പ്രതികളായ കേസിൽ ഒരാൾ മാപ്പുസാക്ഷിയാവുകയും 24 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ 1-ാം പ്രതി ഉൾപ്പെടെ 4 പേരെ തിരികെ എത്തിക്കാൻ കോടതിക്ക് പുറത്തും വലിയ പോരാട്ടമാണ് മനാഫിന്റെ കുടുംബം നടത്തിയത്. ന്യൂസ് 18 മലപ്പുറം. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ തള്ളി യുവതിയുടെ മൊഴി. 2024 ഓഗസ്റ്റ് 22 വിവാഹിതയായെങ്കിലും 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു. പിന്നീട് 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പരിചയപ്പെട്ടതെന്നും യുവതി മൊഴി നൽകി. യുവതിയുമായുള്ള ശബ്ദരേഖ തൻ്റേതെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. അതേസമയം യുവതിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ കനത്ത ആക്രമണമാണ് നടക്കുന്നത്.
പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ താൻ പരിചയപ്പെട്ടത് ആദ്യ വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമെന്നാണ് പരാതിക്കാരിയായ യുവതിയുടെ മൊഴി. 2024 ഓഗസ്റ്റ് 22-നാണ് തന്റെ വിവാഹം നടന്നത്. 4 ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു. വിവാഹിതയായിരിക്കെ രാഹുലുമായി ബന്ധമുണ്ടാക്കിയെന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്കിടയിലാണ് യുവതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ച തീയതികൾ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങളാണ് യുവതി പോലീസിന് നൽകിയ 20 പേജ് മൊഴിയിലുള്ളത്. യുവതി വിവാഹിതയാണെന്നറിഞ്ഞാണ് അടുപ്പം തുടങ്ങിയതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യഹർജിയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഗർഭത്തിന് ഉത്തരവാദി താനല്ല, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ലെന്നും യുവതി സ്വമേധയാണ് ഗുളിക കഴിച്ചതെന്നുമാണ് രാഹുലിന്റെ വാദം. തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടി യുവതി ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നുവെന്നും രാഹുൽ ആരോപിക്കുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്നതടക്കം 7 വകുപ്പുകളാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കൈമാറി. അതിനിടെ പരാതി നൽകിയ യുവതിക്ക് നേരെ കനത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇരയുടേതെന്ന തരത്തിൽ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുയായികൾ. വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പരാതിക്കാരിയായ യുവതി. യുവതിയെ അധിക്ഷേപിച്ച് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബിന്ദു ബിനുവും ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നടിയെ ആക്രമിച്ച കേസിലെ 3-ാം പ്രതി മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് മണികണ്ഠനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിട്ടയച്ച ശേഷമാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അടുത്ത മാസം 8-ന് കേസിൽ അന്തിമ വിധി പറയാനിരിക്കെയാണ് സംഭവം. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവിധി വരാനിരിക്കെയാണ് 3-ാം പ്രതി ബി മണികണ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തമ്മനം ഭാഗത്ത് വെച്ച് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് മണികണ്ഠനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം താക്കീത് നൽകി വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നാലെ സ്റ്റേഷന് സമീപത്തുള്ള കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈയിലെ ഞരമ്പ് മുറിക്കുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന ഉടൻ ഇയാളെ ആശുപത്രിയിലെത്തിച്ചു. മുറിവ് ഗുരുതരമല്ലായിരുന്നുവെന്ന് ഡോക്ടർ വ്യക്തമാക്കി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠനെ വിട്ടയച്ചു. മണികണ്ഠൻ മദ്യപിച്ച സ്ഥിരം പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് മണികണ്ഠൻ. ഡിസംബർ 8-ന് അന്തിമവിധി പറയുമ്പോൾ ഇയാളടക്കം മുഴുവൻ പ്രതികളും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇയാൾ മറ്റു പല കേസുകളിലെയും പ്രതിയാണ്. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ നടി ആക്രമണത്തിന് ഇരയായത്. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമായ കേസിൽ മണികണ്ഠനടക്കം 9 പ്രതികളുണ്ട്. ന്യൂസ് 18 കൊച്ചി. പോക്സോ കേസിൽ 3 വർഷമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തമിഴ്നാട്ടിലെത്തി സാഹസികമായി പിടികൂടി അടൂർ പോലീസ്. നൂർനാട് പാലമേൽ സ്വദേശി മനോജാണ് പിടിയിലായത്. കൂട്ടബലാത്സംഗ കേസിൽ 2-ാം പ്രതിയാണ് മനോജ്. മറ്റ് നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ്. തമിഴ്നാട്ടിൽ കാപ്പാക്കസ് പ്രതിയോടൊപ്പമായിരുന്നു മനോജിന്റെ താമസം.
പത്തനംതിട്ട SP R ആനന്ദും കാരയ്ക്കുടി SP അനീഷ് പുരിയും സംയുക്തമായി നടത്തിയ ആസൂത്രിത നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. അടൂർ DYSPയുടെ കീഴിലെ പ്രത്യേക സംഘം തമിഴ്നാട്ടിലെത്തിയാണ് മനോജിനെ പൊക്കിയത്. 2022 കേസിനാസ്പദമായ സംഭവം. 5 പേർ ചേർന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ 3 പേരെ അതിവേഗ കോടതി ശിക്ഷിച്ചു. രണ്ടാം പ്രതിയായ R മനോജ് അന്നു മുതൽ ഒളിവിലായിരുന്നു. പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഉള്ള പ്രതിയായിരുന്നു. ഇതിലെ ബാക്കി പ്രതികളെ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ പ്രതിയെ കിട്ടാത്തതുകൊണ്ട് ഈ പ്രതിയുടെ പേര് നമുക്ക് കുറ്റപത്രം ഹാജരാക്കാൻ ഇടയായില്ല. അങ്ങനെ പെൻഡിംഗ് ആയിട്ട് 2-3 വർഷമായി കേസ് നമ്മുടെ കൈവശമുണ്ടായിരുന്നു. സ്ഥിരം ഉപയോഗിക്കുന്ന സിം കാർഡുകൾ പോലും ഉപേക്ഷിച്ച് തമിഴ്നാട്ടിൽ കാപ്പ കേസ് ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധ ഗുണ്ടയ്ക്ക് ഒപ്പമായിരുന്നു താമസം. അടൂർ പോലീസ് കാരയ്ക്കുടിയിലെ ഇയാളുടെ ഒളിസങ്കേതത്തിലെത്തിയതോടെ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടിച്ചിട്ട് കീഴ്പ്പെടുത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായ മനോജിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും നിസ്സഹായാവസ്ഥ മുതലെടുത്ത് തട്ടിപ്പ് നടത്തുന്നവർ സമൂഹത്തിലേറെയാണ്. നഴ്സിംഗ് കോഴ്സിന് പ്രവേശനം തരപ്പെടുത്തി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 2,40,000 രൂപ തട്ടിയെടുത്തയാൾ ഇടുക്കിയിൽ അറസ്റ്റിലായി. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി പഴയചേരി വീട്ടിൽ ബിനു പി ചാക്കോവാണ് അറസ്റ്റിലായത്. പാല, തിരുവല്ല എന്നീ സ്ഥലങ്ങളിലുള്ള നഴ്സിംഗ് കോളേജുകളിൽ പ്രവേശനം തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് കട്ടപ്പന സ്വദേശിനിയായ യുവതിയിൽ നിന്ന് 2,40,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് യുവതി ഇയാളുമായി ബന്ധപ്പെട്ടത്. തുടർന്ന് നഴ്സിംഗ് അഡ്മിഷൻ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി. അഡ്മിഷൻ ലഭിക്കാതെ വന്നതോടെ യുവതി ഇയാളെ ബന്ധപ്പെട്ട് പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. തുടർന്ന് യുവതി കട്ടപ്പന DYSPക്ക് പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പാലക്കാട് വടക്കഞ്ചേരി കണക്കൻതുരുത്തി സ്വദേശി ബിനു പി ചാക്കോയെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ കഞ്ഞിക്കുഴി, കോട്ടയം, പൊൻകുന്നം, മണർക്കാട്, പാലാരിവട്ടം, എറണാകുളം, പാമ്പാടി പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ പരാതികളുണ്ട്. പ്രതിയെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ഇടുക്കി. മൊബൈൽ ഫോൺ കടയിൽ നിന്ന് ഫോണുകൾ മോഷ്ടിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി മലപ്പുറം വളാഞ്ചേരി പോലീസ്. തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഫോണുകളാണ് ഇയാൾ മോഷ്ടിച്ചത്. വളാഞ്ചേരിയിലെ വെൽടെക് എന്ന സ്ഥാപനത്തിലാണ് പുലർച്ചെ മോഷണം നടന്നത്. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ പ്രവർത്തിക്കുന്ന വെൽടെക് എന്ന സ്ഥാപനത്തിൽ പുലർച്ചെ 2 മണിയോടെയാണ് മോഷണം നടന്നത്. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഫോണുകൾ മോഷ്ടിച്ച പ്രതിയെ പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ തന്ത്രപരമായ നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി രാകേഷ് ഷാ എന്ന 23-കാരനാണ് പിടിയിലായത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു. അയാൾ ഒരിക്കലും ഇത് സമ്മതിക്കുന്നില്ല. അയാളെ ബോഡി മുഴുവൻ പരിശോധിച്ചപ്പോൾ കയ്യിൽ ചെറിയ ചെറിയ മുറിവുകൾ കണ്ടു, കാലിലൊക്കെ സിമെന്റിന്റെ പാടുകൾ കണ്ടു. അപ്പോൾ ഈ ചുമര് തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ സിമെന്റിന്റെ പാടുകൾ കാലിലായത് ശ്രദ്ധിച്ചു. ആ CCTVയിലെ ചെരുപ്പ് ശ്രദ്ധിച്ചു. ഇയാളെ ചെരുപ്പ് ഏകദേശം അതേപോലെയുണ്ട്. പക്ഷെ എത്ര ചോദ്യം ചെയ്തിട്ടും അയാൾ പറയാൻ തയ്യാറായില്ല. പക്ഷെ പിന്നീട് നമ്മൾ ഇയാളെ ഈ CCTVയിലിരുന്ന ക്യാമറയും ഇയാൾ ഇരിക്കുന്ന കൃത്യമായിട്ടുള്ള ഫോട്ടോയും രണ്ടും കൂടി സൈബർ സെല്ലിന് അയച്ചു കൊടുത്ത് ഡിജിറ്റൽ രീതിയിൽ കമ്പയർ ചെയ്ത് രണ്ടും കളർ ഫോട്ടോയ്ക്ക് കമ്പയർ ചെയ്തപ്പോൾ യാതൊരുവിധ വ്യത്യാസവും ഇതിൽ തമ്മിലില്ല എന്ന് മനസ്സിലായി. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് കടയുടമ മോഷണ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി. പോലീസും വിരലടയാള വിദഗ്ധരും അടക്കം സ്ഥലത്ത് പരിശോധന നടത്തി. കടയിൽ മോഷണം നടക്കുന്നതിനിടെ പ്രതി രാകേഷിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ പ്രദേശത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളെ കാണിച്ച പോലീസ് അവരിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്.
ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയ ആൾ പിടിയിൽ. കൊൽക്കത്ത സ്വദേശിയാണ് മിലിറ്ററി പോലീസും മിലിറ്ററി ഇന്റലിജൻസും ചേർന്ന് പിടികൂടിയത്. 146 വ്യാജ പിങ്ക് റേഷൻ കാർഡ് നിർമ്മിച്ച കേസിൽ കമ്പ്യൂട്ടർ സെന്റർ ഉടമ തിരുവനന്തപുരത്ത് പിടിയിൽ. പിടിയിലായത് ഭീമാപ്പള്ളി സ്വദേശി ഹസീബ് ഖാൻ. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. കൊല്ലം ഇളമാട് സ്വദേശി സജീവനെയാണ് കൊട്ടാരക്കര അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ സ്വകാര്യ ഭാഗത്ത് പിടിച്ച് ഉപദ്രവിച്ചയാളെ എറണാകുളം കുറുപ്പംപടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാണങ്കുഴി സ്വദേശി സത്യവാനാണ് പിടിയിലായത്. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിൽ വ്യാപാരിയുടെ സ്കൂട്ടറിൽ വെച്ചിരുന്ന ലാപ്ടോപ്പും ഐപാഡും മോഷ്ടിച്ച 2 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം പള്ളിച്ചാൽ സ്വദേശി സജാദ്, ചെറായി സ്വദേശി സനൂപ് എന്നിവരാണ് പിടിയിലായത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് മർദ്ദനം. കുറുമല സ്വദേശിയായ 17-കാരനാണ് മർദ്ദനമേറ്റത്. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥിയെ വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം. സംഭവത്തിൽ വടക്കാഞ്ചേരി സ്വദേശികളായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.